ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടോ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ ശ്രുതിയെ ഇട്ട് ഓട്ടത്തൊട്ടിയിൽ വെള്ളം കോരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അങ്ങനെ ചന്ദ്രയ്ക്ക് വേറെ ഒന്നുമല്ല, ഓരോരോ ആവശ്യമുള്ളൂ. എങ്ങനെയെങ്കിലും നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണം. ശ്രുതിക്കില്ലാത്ത അച്ഛനെ പുറത്തിറക്കാൻ വേണ്ടിയാണ് ഇതിനു മാത്രം ക്രൂരത നമ്മുടെ ശ്രുതിയോട് കാണിക്കുന്നത്. ശ്രുതിക്ക് അതും കൂടെ മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു സമാധാനമില്ല. ഉള്ള അച്ഛനാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ഇതില്ലാത്ത അച്ഛന് വേണ്ടി താൻ എന്തൊക്കെ വ്രതമാണ് എടുക്കേണ്ടി വരുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ നമ്മുടെ ശ്രുതി ഉള്ളത്. അങ്ങനെ ശ്രുതിനെ കിച്ചണിലേക്ക് കയറ്റുകയാണ്. ഇതുവരെ നമ്മുടെ ചന്ദ്രമതി ശ്രുതിയെ കിച്ചണിലേക്ക് കയറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ അന്ന് ആ ശാന്തി പറഞ്ഞല്ലോ, ഇന്ന് ആ ശാന്തി പറഞ്ഞല്ലോ, ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്നു. ആ ശാന്തി പറഞ്ഞിരുന്നു തന്നെ ഭക്ഷണമൊക്കെ വെച്ചുണ്ടാക്കി കഴിക്കണമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിനെ അടുക്കളയിൽ കയറ്റി ശ്രുതി തന്നെ അരി കഴുകി സ്റ്റൗ ഒക്കെ കത്തിച്ച് അടുപ്പത്ത് കഞ്ഞിയിട്ട് ഉപ്പില്ലാതെ കുടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ശ്രുതിക്ക് സഹിക്കുമോ? ഒരിക്കലും ശ്രുതിക്ക് സഹിക്കില്ല. ശ്രുതിക്ക് അത് പറ്റില്ല. ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ശ്രുതിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ശ്രുതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മാറി നിന്ന് രേവതി കാണുന്നുണ്ട് കേട്ടോ. രേവതിക്ക് സങ്കടം തോന്നുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, അമ്മേ ഞാൻ കഞ്ഞി ഇട്ടോളാം, അവൾക്ക് അറിയില്ലല്ലോ, ശ്രുതിക്ക് അറിയില്ലല്ലോ അതൊന്നും എന്ന് പറയുമ്പോൾ, നീ മാറി നിന്നെ അങ്ങോട്ട്, നിന്നോട് ആരാ ഇതിൽ ഇടപെടാൻ പറഞ്ഞത്? നീ ഇതിൽ കൂടുതൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിലും നിനക്ക് ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ മുടന്ത ന്യായങ്ങളൊക്കെ പറയുന്നത്. മോളെ ശ്രുതി, ഇവള് പറയുന്നത് കേൾക്കരുത്. നിന്റെ അച്ഛൻ മലേഷ്യയിലെ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവക്കറിയാം, പിന്നെ ഇവളെ നിന്നെ പിടിച്ചിട്ടൊന്നും കാര്യമില്ല, നീ വലിയ ആളാകുമെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് കുശുമ്പു അസൂയ ഇവളുടെ മനസ്സിൽ. അതുകൊണ്ട് ശ്രുതി, നീ നിന്റെ കാര്യം നോക്ക്. നീ കഞ്ഞി ഇടാൻ പറഞ്ഞ് നിർബന്ധിച്ച് കഞ്ഞിയൊക്കെ ഇട്ട് കുടിപ്പിക്കുകയാണ്. ഏതായാലും വല്ലാത്തൊരവസ്ഥ. നമ്മുടെ ശ്രുതി എന്ത് ചെയ്യുക, നേരെ പോവുകയാണ് ബ്യൂട്ടി പാർലറിലേക്ക്. ഇനി വീട്ടിൽ നിന്നാൽ ശരിയാവില്ലെന്നറിയാം. ബ്യൂട്ടി പാർലറിലേക്ക് പോയി കഴിഞ്ഞാൽ ആരും കാണാതെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഓർഡർ ചെയ്തെങ്കിലും കഴിക്കാം. അതുകൊണ്ട് ഇനി അവിടെ ഇരുന്ന രക്ഷയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി നേരെ ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുന്ന ഒരു സീനാണ് പിന്നെ കാണിക്കുന്നത്. ബ്യൂട്ടി പാർലറിലേക്ക് ചെന്ന് കഴിയുമ്പോഴോ നമ്മുടെ മീരയോട് പരിഭവവും പരാതിയൊക്കെ പറയുകയാണ്. എന്ത് ചെയ്യാനാ മീരെ, എനിക്കറിയില്ല, ഞാൻ പട്ടിണിയാവുന്ന തോന്നുന്നത്. പട്ടിണി എങ്ങനെയെങ്കിലും കിടക്കാന്ന് വെക്കാം, പക്ഷെ നിലത്തുള്ള ഈ കിടപ്പുണ്ടല്ലോ അതെനിക്ക് പറ്റില്ല. തറയിൽ പാ വിരിച്ച് ഒരു വിരി പോലും വിരിക്കാതെ ആ പായ്ക്കകത്താണ് ഞാൻ കിടക്കുന്നത്. ഓ, വല്ലാത്തൊരു അനുഭവമായി പോയി. ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നല്ലോ എനിക്ക്. നുണയൊന്നും പറയണ്ടായിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നിപ്പോവുക എന്നൊക്കെ പറഞ്ഞപ്പം, എടീ ശ്രുതി, ഒരു കള്ളം മറയ്ക്കാൻ 100 കള്ളം പറയേണ്ടി വരുന്ന ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. നിനക്ക് മര്യാദയ്ക്ക് ശ്രുതിയോട് സത്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിവാഹം നടത്തിയാൽ പോരായിരുന്നു? അപ്പൊ പിന്നെ വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ഇല്ലല്ലോ. ഇതിപ്പം കടിച്ചതുമില്ല പിടിച്ചതുമില്ല. നീ ഇപ്പൊ കിടന്ന് ഓട്ടത്തൊട്ടിയിൽ കിടന്ന് വെള്ളം കോരുമല്ലേ, വെള്ളം കോര്, നീ അനുഭവിക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മുടെ മീര ബിരിയാണി ഓർഡർ ചെയ്ത് വരുവാണ്. അപ്പം അയാൾ കൊണ്ടുവന്ന്, മേഡം ഓർഡർ ചെയ്ത ബിരിയാണി വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പെട്ടെന്ന് ഇങ്ങ് താട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീര ബിരിയാണി മേടിക്കുകയാണ്. ഇതുകൂടെ കണ്ടപ്പോഴത്തേക്കും ശ്രുതിയുടെ സകല കൺട്രോളും വിടുക. എടി, എന്ത് സാധനമാടി നീ, ഞാനിവിടെ പട്ടിണി ഇരിക്കുമ്പോൾ നീ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിക്കാൻ പോവാണോ എന്ന് ചോദിച്ചപ്പം, അതെ, നീ കുറച്ച് ദിവസം പട്ടിണി കിടക്ക്, നീയേ കുറച്ചുകൂടെ സ്ലിം അങ്ങോട്ടാകെ, കുറച്ച് സ്ലിം അങ്ങോട്ടാകണമെങ്കിൽ നീ കുറച്ച് ദിവസം പട്ടിണി കിടന്നോ, കുഴപ്പമില്ല, ഇച്ചിരി സ്ലിം ആയി കിട്ടും എന്നങ്ങ് കരുതിയാൽ മതി. സാധാരണ ഡയറ്റൊക്കെ എടുക്കാറില്ലേ എല്ലാവരും, ആ ഡയറ്റാണ് നീ ഉദ്ദേശിച്ചാൽ മാത്രം മതി. നീ മനസ്സും കൊണ്ട് അങ്ങോട്ട് കരുത്, എനിക്ക് ഡയറ്റാണ്, അതുകൊണ്ടാണ് ഞാനൊന്നും കഴിക്കാത്തതെന്ന്. അപ്പം ഈ വിഷമമൊക്കെ അങ്ങ് പൊക്കോളും. അല്ല, ഈ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ നീ നല്ല സ്ലിം ആയിട്ടാണ് ഇപ്പം ഇരിക്കുന്നതെന്ന് തോന്നൂലോ, നീയും ഒരു ചക്കത്തടിച്ച് തന്നെയല്ലേ എന്നിങ്ങനെ നമ്മുടെ ശ്രുതിയോട് മീര ചോദിച്ചപ്പോൾ മീര പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നതാ എനിക്കിഷ്ടം, ഞാൻ ഇങ്ങനെ ഇരുന്നോളാം. അതേ മോളെ, എനിക്ക് നല്ല വിശപ്പുണ്ട്, രാവിലെ ഞാൻ ഒന്നും കഴിക്കാതെ വന്നത്, അതുകൊണ്ട് ഞാൻ ഈ ബിരിയാണി പോയി കഴിച്ചിട്ട് വരാട്ടോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു,
നമ്മുടെ മീര ബിരിയാണി കഴിക്കാൻ പോവുക. അത് നോക്കി നിന്ന് കൊതി വിടുക എന്നുള്ളതല്ലാതെ നമ്മുടെ ശ്രുതിക്കിട്ടത് യാതൊരു രക്ഷയില്ല. വേണമെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് പുറത്ത് പോയി കഴിക്കാട്ടോ. പക്ഷെ പുള്ളിക്കാരി പുറത്തൊന്നും പോയി കഴിക്കുന്നത് നമ്മളെ കാണിക്കുന്നില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ കഴിക്കുമോ അറിയത്തില്ല. സാധാരണ നമ്മളൊക്കെ ഇങ്ങനെ കട്ടൊക്കെ കഴിക്കുമല്ലോ, ഇപ്പം നോയമ്പൊക്കെ ആണെങ്കിലും എന്നാ പിന്നെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് കഴിക്കേണ്ട ശ്രുതിയുടെ ആ ഒരു സ്വഭാവം അനുസരിച്ച് ശ്രുതി ആ നോയമ്പൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, വീട്ടിൽ നോയമ്പ് പറഞ്ഞാൽ മതിയല്ലോ, പുറത്ത് നോയമ്പ് വേണമെന്നില്ലല്ലോ, വ്രതം വേണമെന്നില്ലല്ലോ, നോയമ്പല്ല സോറി വ്രതം വേണമെന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ പുറത്ത് പോയി കഴിച്ചേക്കാന്ന് ഓർത്ത് പുറത്ത് പോയി കഴിക്കുന്നൊന്നുമില്ല. ചിലപ്പോൾ കഴിക്കുമായിരിക്കാം. ഇനി ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വീണ്ടും നമ്മുടെ നീലിമേനെയാണ്. അങ്ങനെ നീലിമ സച്ചിയുടെ ആ ഒരു വണ്ടിയിൽ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ സച്ചിയുടെ വണ്ടിയിൽ പോകുന്നത് മറ്റേ ഒരു ഏജൻസിയിലെങ്ങാണ്ടാണ്. ആ ഏജൻസി വഴി പുള്ളിക്കാരിക്ക് നാളെ പോണം. അപ്പം അതുകൊണ്ട് അവിടെ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെ ബുക്ക് ചെയ്യാൻ പോകുന്നു. ബുക്ക് ചെയ്യാൻ പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ ആ ഒരു സ്റ്റാഫ് പറയാണ്, അതെ മേഡം, മേഡത്തിനെ തിരക്കി രണ്ട് വ്യക്തികൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. 2 പേരാണ് വന്നത്. ഒരു ഹസ്ബൻഡും വൈഫും ആണ് വന്നത്. പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഒരു ഹസ്ബൻഡും വൈഫും വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ചോദിച്ചത് വേറെ ഒന്നുമല്ല, മേഡത്തിന്റെ ഡീറ്റെയിൽസ് ആണ്. മേഡത്തിന്റെ മുത്തശ്ശിക്ക് എന്തോ പറ്റിയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്, മുത്തശ്ശി മരിച്ചു പോയെന്നോ എങ്ങനെ കണ്ടൊക്കെ ഇങ്ങനെ പറയുകയുണ്ടായി. എന്നിട്ട് ഡീറ്റെയിൽസ് വേണം എന്നൊക്കെ പറഞ്ഞാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നീലിമയ്ക്ക് പേടിയായിട്ടോ. നീലിമ ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ കൊടുത്തോ, ഡീറ്റെയിൽസ് കൊടുത്തോ? എൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളോട് ആരാ കൊടുക്കാൻ പറഞ്ഞത്? അയ്യോ മേഡം ഒന്ന് സമാധാനപ്പെടുക, ഞങ്ങൾ ആരുടെയും ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ കമ്പനിയുടെ കാര്യം അറിയാമല്ലോ, ഞങ്ങൾക്ക് വെളിയിൽ ഇവിടുത്തെ ആരുടെയും ഒരു ഡീറ്റെയിൽസും കൊടുക്കണമെന്ന് ആ ഒരു റൂൾസ് ഇല്ല. ആരെങ്കിലും ചോദിച്ചു വന്നാലും കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു റൂൾസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളത് കൊടുത്തിട്ടില്ല. ഞാനത് ഇനിയിപ്പം ആര് വന്നാലും ഞങ്ങളത് കൊടുക്കുകയും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പം, അങ്ങനെ തന്നെ വേണം. എൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് ആര് വരുവാണെങ്കിലും കൊടുക്കണ്ട. കാനഡയ്ക്ക് പോയെന്നോ അല്ലെങ്കിൽ എവിടെ പോയ കാര്യവും പറയണ്ട, ഡീറ്റെയിൽസ് പറയുവേ വേണ്ട എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു, ഓക്കെ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മുടെ സച്ചിയുടെ കാറിലേക്ക് കയറുകയാണ്. അങ്ങനെ സച്ചി ചോദിച്ചു, ഇനി എങ്ങോട്ടേക്കാണ് മേഡം പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതിപ്പം ഞാൻ പറയാമെന്നും പറഞ്ഞിട്ട് ഒരു ഫോൺ വിളിക്കുകയാണ് കൂട്ടുകാരിനെ. അതെ എടി, ഞാനിപ്പം ഇന്ന സ്ഥലത്താണുള്ളത്. നീ മറ്റേ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ആ ഒരു ബ്യൂട്ടി പാർലർ അവിടെ ഉണ്ടോ, തുറന്നിട്ടുണ്ടോ? എനിക്ക് അവിടെ ഒരു ടോക്കൺ എടുത്ത് നീ വെക്കേ, അവിടെ ബുക്ക് ചെയ്യാതെ പറ്റത്തില്ല, അപ്പം തിരക്കൊക്കെ ആയിരിക്കും, ഒരു ടോക്കൺ എടുത്ത് വെക്കാൻ, എനിക്കൊന്ന് ഫേഷ്യലൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പം ആ കൂട്ടുകാരി അവിടെ നിന്ന് പറയുകയാണ്, അത് പിന്നെ നീലിമ ഇന്ന് ആ ബ്യൂട്ടി പാർലർ തുറന്നിട്ടില്ലെന്ന്. അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നമ്മുടെ നീലിമ പറഞ്ഞു, ബ്യൂട്ടി പാർലർ തുറന്നിട്ടില്ലെന്നോ? എനിക്കാണെങ്കിൽ അവിടുത്തെ ആ ഒരു പുള്ളിക്കാരി ചെയ്താൽ മാത്രമേ ശരിയാകത്തുള്ളൂ മുഖമൊക്കെ. ഞാൻ എന്നും ഇവിടെ വരുമ്പോഴത്തേക്കും എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പം പുള്ളിക്കാരിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു, ഇപ്പം മേഡത്തിന് ബ്യൂട്ടി പാർലറിലേക്കാണോ പോകേണ്ടത്? ബ്യൂട്ടി പാർലറിലേക്കായിരുന്നു പോകേണ്ടത്, പക്ഷേ എന്ത് ചെയ്യാനാ, ഞാൻ എന്നും സ്ഥിരം പോകുന്ന ബ്യൂട്ടി പാർലർ ഇന്ന് അത് ഓപ്പൺ അല്ല എന്ന് പറഞ്ഞപ്പം, മേഡം എന്തിനാ വിഷമിക്കുന്നത്? എനിക്കറിയാം ഒരു ബ്യൂട്ടി പാർലർ, അടിപൊളി ബ്യൂട്ടി പാർലർ തന്നെയാണ്. അവിടെ ഒരു ശ്രുതി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ വളരെ നല്ല രീതിയിൽ തന്നെയാണ് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. ആ പുള്ളിക്കാരി വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പോലെയൊക്കെയാണ്. അതുപോലെ തന്നെ ഫേഷ്യലൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്തു തരും. പുള്ളിക്കാരുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതൊന്നും അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പുള്ളിക്കാരുടെ പ്രൊഫഷണൽ പുള്ളിക്കാരി പെർഫെക്റ്റ് ആണ്. അപ്പം വേണമെങ്കിൽ ആ ഒരു ബ്യൂട്ടി പാർലറിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞപ്പം, അതിനെന്താ സച്ചി, ഓക്കെ താങ്ക് യു സച്ചി, എന്നാൽ പിന്നെ എന്നെ ആ ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുവിട് സച്ചി എന്ന് പറഞ്ഞു. അപ്പം സച്ചി പറഞ്ഞു, ഓക്കെ കൊണ്ടുവിടാന്ന് പറഞ്ഞ് ഇവർ നേരെ ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പം ഇതിനിടയിൽ നമ്മുടെ രേവതിനെയും അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ രേവതി ആണെങ്കിൽ ഒരു സ്ഥലത്ത് പൂവൊക്കെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇപ്പം പോകുന്നത് സ്കൂട്ടിയിലാണല്ലോ, സ്കൂട്ടിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ കുറെ പരിചയക്കാരൊക്കെ രേവതിനെ കാണുന്നുണ്ട്. അപ്പൊ രേവതിയോട് ചോദിക്കുന്നുണ്ട്, പുതിയ വണ്ടിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട്, അതെ എൻ്റെ ഹസ്ബൻഡ് മേടിച്ച് തന്ന പുതിയ വണ്ടിയാണ്, എൻ്റെ ഹസ്ബൻഡ് മേടിച്ച് തന്നാണ്. എനിക്ക് കടയിട്ട് കഴിഞ്ഞപ്പോൾ അത് കോർപ്പറേഷൻകാർ കൊണ്ടുപോയി ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഞാൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് മേടിച്ചു തന്ന സ്കൂട്ടിയാണെന്ന് ഇങ്ങനെ കാണുന്നവരോടൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ നമ്മുടെ രേവതി ഒരു സ്ഥലത്ത് പൂ കൊടുക്കാൻ വേണ്ടി സ്കൂട്ടി അവിടെ ഇട്ടിട്ട് ആ കടയുടെ അകത്തേക്ക്, ഒരു കടയിലാണ് കേട്ടോ, കടയുടെ അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ.
അപ്പം ആ ഒരു കടയുടെ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് അവിടെ ഒരു പിച്ചക്കാരനും ഇരിപ്പുണ്ട്. പുള്ളിക്കാരി പിച്ചക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നോ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചത് മാത്രം നമ്മുടെ രേവതി ശ്രദ്ധിക്കുന്നില്ല. അവിടെ ഒരു പിച്ചക്കാരൻ ഇരിപ്പുണ്ട്. പിച്ചക്കാരനെ ഇങ്ങനെ കണ്ടിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കടയ്ക്കകത്തേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ കടയ്ക്കകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആ ഒരു ചേച്ചിയോട് പറയാണ്, ദേ ചേച്ചി പൂ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതെന്താ രേവതി പൂ കൊണ്ടുവന്നത്? നീ വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ കടയിലേക്ക് വരുമായിരുന്നല്ലോ. അയ്യോ അത് പിന്നെ ചേച്ചി, എൻ്റെ കട ഇപ്പം അവിടെ ഇല്ല. അതെന്തു പറ്റി? എന്താ രേവതിയുടെ കടയ്ക്ക് പറ്റിയത്? അത് എൻ്റെ കട കോർപ്പറേഷൻകാർ കൊണ്ടുപോയി. ഞാൻ അവിടെ കട വെക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നും പറഞ്ഞുകൊണ്ടാണ്, നടപ്പാതെ ആണെന്നും പറഞ്ഞുകൊണ്ട് കോർപ്പറേഷൻകാർ ഇത് കൊണ്ടുപോയി. അതുകൊണ്ട് ഞാനിപ്പം ഈ സ്കൂട്ടിയിലാണ് പൂക്കളൊക്കെ വെക്കുന്നത്. എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് നല്ലത് ഈ സ്കൂട്ടി തന്നെയാണ് ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ, സ്കൂട്ടിയോ? അപ്പം നിനക്ക് പുതിയ സ്കൂട്ടിയൊക്കെ മേടിച്ചോ? എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പുതിയ സ്കൂട്ടി മേടിച്ച് തന്നു. ഇപ്പോൾ ഒരു മൊബൈൽ പൂക്കടയാണ് എൻ്റെ. ഞാൻ ഓർഡർ അനുസരിച്ച് പറയുന്ന സ്ഥലത്ത് പൂക്കളെല്ലാം കൊണ്ടു കൊടുക്കുന്ന പറഞ്ഞപ്പോൾ, അത് നല്ല ഐഡിയ ആണല്ലോ. അല്ലെങ്കിൽ ഇപ്പം ഈ ഡെലിവറി ആണല്ലോ എല്ലായിടത്തും. ഇപ്പം ക്യാഷ് ഓൺ ഡെലിവറിയും അതുപോലെ എല്ലായിടത്തും ഇപ്പം ഓൺലൈൻ ബിസിനസ് ആണല്ലോ. അതുകൊണ്ട് ഈ ബിസിനസ് നോക്കിക്കോ രേവതി, ആ കടയിട്ടതിനേക്കാൾ നല്ല രീതിയിൽ പച്ച പിടിക്കുന്നൊക്കെ ആ ചേച്ചി പറഞ്ഞു. അപ്പൊ 2 കെട്ട് പൂവൊക്കെ അവിടെ കൊടുത്തിട്ട് എന്നാ പിന്നെ ഞാൻ പോവാന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങാണ്. അപ്പോഴത്തേക്കുമാണ് ആ ചേച്ചി പറയുന്നത്, അത് പിന്നെ രേവതി, എൻ്റെ വീട് ഇവിടെ അടുത്താണെന്ന് നിനക്കറിയാമല്ലോ, ഞാൻ ഈ പൂ കൊണ്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് വരാം. ഈ പൂ തൽക്കാലം ഇവിടെ ഇരുന്നാൽ വാടിപ്പോവും. അപ്പം അതുകൊണ്ട് ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് വരുന്നവരെ നീ കടയിലൊന്ന് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പം, അയ്യോ ചേച്ചി എനിക്ക് പോകണം, ഇനി ഒരുപാട് സ്ഥലത്ത് പൂ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ ചേച്ചി പറഞ്ഞു, പ്ലീസ് രേവതി, ഇങ്ങനെയല്ലേ രേവതി ഒരു സഹായമൊക്കെ ചെയ്യുന്നത്, രേവതി ഒരു കാര്യം ചെയ്യുക, ഇവിടെ നിൽക്കി, ഞാൻ ഇപ്പോൾ വരാന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി നേരെ വിട്ടടിച്ച് പോവുകയാണ് എങ്ങോട്ടേക്ക്, വീട്ടിലേക്ക്. അപ്പൊ രേവതി അവിടെ സ്റ്റക്കാണ്. രേവതി അവിടെ നിന്നു. അപ്പൊ കടയിൽ ഇങ്ങനെ രേവതി ഇരുന്ന് ഇനിയിപ്പം ആ ചേച്ചി പോയ സ്ഥിതിക്ക് കടയെ ഏൽപ്പിച്ചത് കൊണ്ട് ഇറങ്ങി പോകുന്നത് ശരിയല്ലല്ലോ. ഈ സമയത്ത് വീണ്ടും കാണിക്കുന്ന നമ്മുടെ നീലിമേനയാണ്. അപ്പൊ നീലിമേന എന്താണ് ചെയ്യുന്നത്? സച്ചി കൊണ്ടുവിടുക എങ്ങോട്ടേക്ക്? ഗ്രീൻലാൻഡ് ബ്യൂട്ടി പാർലറിലേക്ക്. അങ്ങോട്ടേക്കാണ് സച്ചി കൊണ്ടുവിടുന്നത്. അങ്ങനെ നീലിമ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഗ്രീൻലാൻഡിലേക്ക് പോവുകയാണ്. ഗ്രീൻലാൻഡ് ബ്യൂട്ടി പാർലറിലേക്ക് പോയി സച്ചിയോട്, എന്നാൽ പിന്നെ താൻ വേറെ ഓട്ടോ കൊണ്ടേ പോക്കോ, ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സച്ചിനെയും പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ ഇവളെന്ത് ചെയ്തു, നീലിമ എന്ത് ചെയ്തു, ഗ്രീൻലാൻഡിലേക്ക് ചെല്ലുകയാണ്. അവിടെ ശ്രുതി വേറെ ഏതോ ഒരു സ്ത്രീക്ക് ഇങ്ങനെ മേക്കപ്പ് അല്ല ഫേഷ്യലൊക്കെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നീലിമ കയറി ചെല്ലുന്നത്. അപ്പോൾ നീലിമ കയറി ചെല്ലുന്നത് അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾ ചോദിച്ചു, എന്താ മേഡം വേണ്ടതെന്ന് ചോദിച്ചപ്പം, എനിക്കൊന്ന് ഫേഷ്യൽ വേണം, അതുപോലെ ഐബ്രോ ഒന്ന് ഷേപ്പ് ആക്കാനുണ്ടെന്ന് പറഞ്ഞപ്പം, മേഡം വെയിറ്റ് ചെയ്യുക, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്ത് കയറിപ്പോയി. ശ്രുതി മേഡം, ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്, വിടട്ടെ എന്ന് ചോദിച്ചപ്പോൾ, വിട്ടോ, ഈ കസ്റ്റമറിൻ്റെ കഴിഞ്ഞതാണ്, ആ കസ്റ്റമറുടെ വിട്ടോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ കസ്റ്റമർ ആണെങ്കിൽ എണീറ്റ് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അവിടെയൊക്കെ നീറ്റാക്കി ഇടുന്ന സമയത്ത് നീലിമ അകത്തേക്ക് കയറി വന്ന് ഹലോ മേഡം എന്ന് വിളിക്കുകയും നമ്മുടെ ശ്രുതി തിരിഞ്ഞു നോക്കുകയും കാണുന്നത് നീലിമയെ അറിയാലോ നമ്മുടെ ശ്രുതിക്ക്, ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ ശ്രുതിയുടെ കയ്യിൽ നിന്ന്. എൻ്റെ ദൈവമേ, പിന്നെ പറയാനൊന്നുമില്ല. ഒരു നിമിഷ നേരം അന്താളിച്ചിങ്ങനെ നിൽക്കുക, മൈൻഡ് അങ്ങോട്ട് വേറെ എന്തോ അവസ്ഥയിൽ പോയി നമ്മുടെ ശ്രുതിയുടെ. അപ്പം നീലിമ ഹലോ മേഡം ഞാൻ വന്നത് കണ്ടില്ല മേഡം, എന്താ മേഡം പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, വന്നിരിക്കൂ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ എനിക്ക് ഫേഷ്യൽ വേണം, അതുപോലെ തന്നെ ഐബ്രോ എടുക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഇങ്ങനെ ബാക്കിലേക്ക് ചിന്തിക്കുക, ആ ഫോട്ടോയും ശ്രുതി പറഞ്ഞ കാര്യങ്ങളും, ആ നീലിമയാണല്ലോ ഈ നീലിമ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുക, ഓഹോ അപ്പം നീലിമയാണല്ലേ ഇത്. അപ്പം പെട്ടെന്ന് ശ്രുതി ചോദിച്ചു, അല്ല മേഡം ഇവിടെ ആദ്യമാണോ? ഞാൻ ഈ ബ്യൂട്ടി പാർലറിൽ ആദ്യമായിട്ട് വരുന്നത്. അപ്പുറം ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു ഞാൻ സ്ഥിരം കസ്റ്റമർ. പിന്നെ ഇപ്പം ഞാൻ ഇവിടെ ഇല്ല, ഞാനിപ്പോൾ കാനഡയിലാണ്, അവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് ഇപ്പം വന്നതാണ് 2 ദിവസം ലീവിന് വേണ്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ മനസ്സിലായി, ഓഹോ അപ്പം കറക്റ്റാണ് കാര്യങ്ങളൊക്കെ. അപ്പം നീലിമ അവിടെ ഇങ്ങോട്ടേക്കാ പോയതെന്ന്, കാനഡയിലേക്കാ പോയതെന്ന് നമ്മുടെ ശ്രുതിക്കും അറിയാം, ശ്രുതി വഴി അറിയാമല്ലോ. അപ്പോൾ എല്ലാം ഒത്തു വായിക്കുമ്പോൾ ഈ വന്നിരിക്കുന്നത് നീലിമ തന്നെയാണെന്ന് കൺഫേം ആക്കി കേട്ടോ. ഏതായാലും ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ ശ്രുതിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ബാക്കി വിശേഷങ്ങൾ ഞാനിനി അടുത്ത ദിവസം നിങ്ങളോട് പറയാട്ടോ. അതായത് ഇപ്പം ഞാൻ നാളത്തെ ഫുൾ വിശേഷവും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം മറ്റന്നാളത്തെ വിശേഷം നാളെ ഞാൻ ഉച്ചയ്ക്ക് വന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.